നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെ4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് മഴയൊക്കെ ഇങ്ങ് മാറി വരുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികളെ നമുക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരിപാടിയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ് കേട്ടോ. ഇതുപോലെ മഴയൊക്കെ അങ്ങ് മാറി വരുന്ന സമയത്ത് നമ്മുടെ മതിലും ഗേറ്റും ഒക്കെ കഴുകി ചെടികളെ ഫുള്ളായിട്ടും മഴയ്ക്ക് മുന്നേ കുറേ സ്ഥലത്ത് പിടിപ്പിച്ച് വെക്കും. എന്നിട്ട് മഴയൊക്കെ ഇങ്ങ് മാറിക്കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പല തരം ചെടികളൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി കൂട്ടുകാർ നമ്മളോട് ചോദിച്ചായിരുന്നു കേട്ടോ, എങ്ങനെയാണ് നമ്മുടെ ചെടികളൊക്കെ നമ്മളിങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇത് അതായത് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും നമ്മുടെ ചെടികളൊക്കെ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ആയാലും ഉണ്ടല്ലോ പൂച്ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഈ ഒരു മതിലുണ്ടല്ലോ ഫുള്ള് മഴയായിട്ട് മൊത്തം നാശമായിരുന്നു കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുള്ളും കഴുകി വൃത്തിയാക്കി ഇപ്പം നല്ലോണം ഒരു തെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ മതിലൊക്കെ ഇങ്ങനെ നമ്മുടെ മഴ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മളിതുപോലെ ഒന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. അപ്പം ഞാൻ ചെറിയൊരു തോർച്ചയൊക്കെ കണ്ടപ്പോൾ അങ്ങ് ചെയ്തു. പക്ഷേ ഇനിയിപ്പം മഴ പെയ്യോ ഇല്ലെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ടല്ലോ ഇവിടെ നിന്ന് നമ്മൾ ഇനി ഈ ഒരു ചെടികളൊക്കെ അങ്ങ് എടുത്തു മാറ്റിയിട്ട് ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റ് ചെയ്യണം കേട്ടോ. അതെങ്ങനെയാണെന്നറിയാമോ? ഞാൻ പിന്നെ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ ചെടികൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വെക്കുന്നതെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കേട്ടോ ഇതിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും അങ്ങോട്ട് ചെയ്ത് പൂന്തോട്ടം അടിപൊളിയാക്കണേ. അപ്പോൾ ഇതുണ്ടല്ലോ ഇതെൻ്റെ പപ്പയാണ് കേട്ടോ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിന് അറിയാം കേട്ടോ. ഞാൻ അവിടെ ഒത്തിരി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫേസ്ബുക്കിൽ വരുന്ന ഫോളോവേഴ്സിന് അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഇത് പപ്പയാണ്. അപ്പോൾ പപ്പ ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ ഞാൻ പപ്പേനെയും കൂട്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉണ്ടല്ലോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കുമല്ലേ ഇതുപോലെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ, നമ്മളെ എന്താ പറയുക ഇൻഡസ്ട്രിയൽ വർക്ക് കൊണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്യത്തില്ല എന്നല്ലേ. അപ്പം നമുക്ക് അതിനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഒത്തിരി ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ സ്ഥലത്ത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒത്തിരി പൈസ ചിലവ് വരും. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. തൽക്കാലത്തേക്ക് നമ്മുടെ ചെടി ഒരു വൃത്തിയിലും നല്ല ഭംഗിയിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കുറച്ചിവിടെ നമ്മുടെ പലക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പലക നമ്മളിങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വളരെ എന്താ പറയുക എളുപ്പമാർഗ്ഗങ്ങളിലൂടെ കേട്ടോ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുണ്ടല്ലോ നമ്മുടെ സാധാ ചെടിച്ചട്ടി ഉണ്ടല്ലോ ഇതുപോലത്തെ നമ്മുടെ ചെടീൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ വെക്കുന്നത് ചിലവർ കട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഞാനൊക്കെ ആദ്യം കട്ടയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കട്ടയല്ല കേട്ടോ, നമ്മളിതുപോലത്തെ ചെടിച്ചട്ടി കമിഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മളിതാ പലക എടുത്ത് വെക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ പലക വെച്ചിട്ട് നമ്മളിങ്ങനെ ചെടി കയറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഈ പലകേൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഷീറ്റ് വിരിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പലക നാശാകാതിരിക്കും കേട്ടോ. വെള്ളമൊക്കെ വീണിട്ട് നാശാകാതിരിക്കും. അപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇനി മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ. ഇപ്പോൾ ഇതാട്ടോ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ കൂടെ ഉണ്ടല്ലോ നമ്മൾ പലകേൻ്റെ അടിയിൽ കൂടെ ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ നമ്മുടെ ചെടീൻ്റെ ചെറിയ പോട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പ ഇനി എല്ലാ ചെടികളും ഇതിൻ്റെ മുകളിൽ കൂടെ സെറ്റ് ചെയ്യാണ്. ഇപ്പം ഞാനിവിടെ നമ്മുടെ റോസ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. തൽക്കാലം റോസ് ഇരിക്കട്ടെ, എന്നിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ വേറെ ചെടി മാറ്റി വെക്കാം. അപ്പോൾ ഇതാട്ടോ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ റോസ് ചെടീനെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചെടികൾ കുറച്ച് ഹെൽത്തി ആയിട്ടല്ല നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വളമൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കാണാനായിട്ട്? നമ്മൾ തട്ടടിച്ചിട്ട് ചെടികൾ വെക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ചെടികൾ ഇരിക്കുന്നത് കാണാനായിട്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ നിരത്തി വെക്കുന്നതിലും നല്ലതാട്ടോ ഇങ്ങനെയൊക്കെ വെക്കുന്നത്. അപ്പം മാക്സിമം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യും കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മളിവിടെ കുറച്ച് ബാൾസം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഓൾറെഡി ഞാനിങ്ങനെ ഇവിടെ തട്ടടിക്കാതെയായിരുന്നു കേട്ടോ വെച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് തട്ടടിച്ച് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ പപ്പയ്ക്കും മമ്മിക്കും അതുപോലെ ചേട്ടായിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ പൂച്ചെടികൾ ഇങ്ങനെ പരിപാലിക്കുന്നത്. അപ്പോൾ പപ്പയും മമ്മിയും വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുന്ന പോലെ ചെയ്തു തരുവേ. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ നമ്മൾ തട്ട് വെച്ചെടുത്ത് ഇതാട്ടോ ഇതുപോലെ നമ്മുടെ ബോൾസം ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾസം ചെടി ഇപ്പം നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചതുണ്ടല്ലോ പിന്നെ അധികം വലിയ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഇതിങ്ങനെ ഇരുന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒത്തിരി സൺലൈറ്റ് അടിക്കുന്ന സമയത്ത്
നമുക്ക് എന്താ പറയുക ഭയങ്കര ഫ്ലവറൊക്കെ ഇങ്ങനെ വാടി നിൽക്കും. അപ്പോൾ അന്നേരം നമ്മൾ എടുത്ത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചെടികൾ നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ബൊഗേൻവില്ല ഒന്നും അങ്ങോട്ട് പൂവായിട്ടില്ല. ഇതുപോലെ ഇലയൊക്കെ തളിർത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ ബൊഗേൻവില്ലയിലും പൂവിടും കേട്ടോ. അപ്പം ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ടിൽ നമ്മുടെ ചെടികൾ വച്ചേക്കണേ ആ ഒരു വ്യൂ. ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഇത് നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസ് ആണ് കേട്ടോ. അതിലൊക്കെ നിറച്ച് പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ അതായത് നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ടും ഇതുമാതിരിയാണ് കേട്ടോ പൂക്കളുള്ളത്. ഇതുണ്ടല്ലോ നമ്മൾ കുറച്ച് അകലെ നിന്ന് എടുക്കുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പം നമുക്ക് എല്ലാ ഭാഗങ്ങളും ഫുള്ളും കവർ ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാത്തിലും നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഉണ്ടല്ലോ എല്ലാവരും ഇതുപോലെ നമ്മുടെ മഴയൊക്കെ അങ്ങ് മാറി വരുമ്പം നമ്മുടെ പൂന്തോട്ടമൊക്കെ നമ്മൾ ഇതുപോലെ നല്ല സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ചെടികൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതെന്ന്. അപ്പം അത് എല്ലാവർക്കും ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോ വർഷം ചെയ്ത് ഭംഗിയാക്കി എടുക്കുന്നതാണ്. ഈ കാണുന്ന നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ നമ്മുടെ ഹാങ്ങിങ് ബോൾസ് കേട്ടോ, അതായത് പോപ്പി ചെടി ഇത് സെറ്റ് ചെയ്തേക്കണതാണ് ഈ കാണുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ, നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. ഭയങ്കര കളർഫുള്ളുമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഏതൊക്കെയാണ് സെറ്റ് ചെയ്യണം എന്നൊക്കെ അറിയില്ലാത്തവർ ഇതുപോലത്തെ നമ്മുടെ പോപ്പി ഉണ്ടല്ലോ, മിനിയേച്ചർ ടൈപ്പ് പോപ്പി ഇതുപോലെ ഹാങ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടായി കടയിൽ പോകാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.